മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക സർക്കാരിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ, കൂടുതൽ ഉദ്യോഗസ്ഥരും കൂടുതൽ മന്ത്രിമാരുമൊക്കെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നതിനായി എത്തിയിരിക്കുന്നു. സ്ഥിതിഗതികൾ, അതായത് ഈ സുരക്ഷാ സംവിധാനം ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത്, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വിലയിരുത്തണം. ഇനി കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കണമോ എന്ന കാര്യമൊക്കെ പരിശോധിക്കണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കർണാടക സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക്, ഷിരൂരിലെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാകും. നേരത്തെ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇന്നോ നാളെയോ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ ഭരണകൂടം അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തകരുമൊക്കെ പ്രധാനമായും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് GPS സംവിധാനത്തിലൂടെ, അതുപോലെ തന്നെ ഫോൺ റിംഗിലൂടെയൊക്കെ മനസ്സിലായ കോഴിക്കോട് കക്കോടി സ്വദേശി അർജുൻ, അദ്ദേഹം ജീവനോടെ ആ ലോറിക്കുള്ളിലുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമ പരിഗണനയായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, നേരത്തെ തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണ്ണെ കാണുന്നില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മളോട് പ്രതികരിച്ചു. ശരവണ്ണന്റെ ലോറി മാത്രമാണ് കിട്ടിയത്. ശരവണ്ണും ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ്, ജീവനോടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ബന്ധുക്കളും പങ്കുവച്ചത്. ഇപ്പോൾ ഈ നാട്ടുകാരനായ ഒരാൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്താണ് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. കാരണം ഇപ്പോൾ മണ്ണ് മൂന്ന് തെങ്ങിൻ്റെയൊക്കെ നീളത്തിലുള്ള മണ്ണാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ റോഡിൽ, കർണാൽ മംഗളൂരു ദേശീയപാതയാണ് ആ റോഡിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പാതയിലൂടെ സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഭക്ഷണശാലകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്കതിലൊരു വ്യക്തത വേണം. ചേട്ടാ, എന്താണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്? ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഒരു പക്കത്തിൽ മേഡിലിന് വെള്ളം എപ്പോഴും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിക്കായി എല്ലാ വണ്ടിക്കാർ അവിടെ സ്റ്റോപ്പാക്കി അവർക്ക് തുണി കഴുകുന്നത്, മൂഞ്ചു കഴുകുന്നത്, കുളിക്കുന്നത്, ഇതെല്ലാം റെസ്റ്റ് എടുത്ത് ടീ കടയിൽ ഊണ കഴിച്ചിട്ട് അവിടെ പോവായിരുന്നു അവർ. അത് ഇപ്പോൾ അതുവേണ്ടി അവരെല്ലാമേ ഇത് ഒരു 10-15 വണ്ടി നിന്നിട്ടുണ്ടാവും എപ്പോഴും. അത് ഈ സമയത്തിൽ ഒരു 4 വണ്ടി ഉണ്ടായിരുന്നു யாரோ പറഞ്ഞത്. അത് ടാങ്കർ 2 ടാങ്കർ വീണു, ഒരു ടാങ്കർ ബ്ലാസ്റ്റായി. അവർ മണ്ണ് ഇത് ഇപ്പോൾ നിങ്ങൾ ബെഞ്ച് ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് എന്താണ് നമുക്ക് അറിയില്ല. പക്ഷേ അയാൾ അത് വണ്ടിയിൽ ഉണ്ട്, അയാൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കുന്നുണ്ട്. ഈ ലോറികൾ മാത്രമാണ് ഇവിടെ നിർത്തുന്നത്, അതോ അടുത്ത് വല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടോ, ബീച്ച് പോലുള്ളത്? അങ്ങനെ ഒന്നുമില്ല. ഇത് ലോറിക്കാർ നൈറ്റ് വണ്ടി ഓട്ടിട്ട് നൈറ്റ് റെസ്റ്റ് എടുക്കാൻ അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് അവിടെ മൂഞ്ചി കളിക്കുന്നത്, കുളിക്കുന്നത് ജാസ്തി മെയിൻ. അവിടെ എപ്പോഴും വെള്ളം വന്നിട്ടുണ്ടാവും. അത് 365 days വെള്ളം വരും, ഓരോ സൈഡിൽ നിന്ന് വെള്ളം വരും. അതുവേണ്ടി അവിടെ കുളിക്കാൻ അവിടെ നിന്നിട്ട് അവിടെ ടീ കട ഉണ്ടായിരുന്നു. ടീ കടയിൽ ചായ കുടിച്ചിട്ടെല്ലാം റെസ്റ്റ് എടുത്തിട്ട് അവർ പോവായിരുന്നു. അത് ഇത് ഈ മഴ വന്നത്, റെയിൻ ജാസ്തി വന്നത് വ്യവഹാർ ആ മണ്ണിക്ക് ഇത് ഫ്ലഡായി. അത് ಯಾರೂ നോക്കാനായില്ല, അറിയില്ല. അത് ഇപ്പോൾ അവർ ക്ലിയർ ആയിട്ട് മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ അവർ എത്ര പേരുണ്ടെന്ന് അറിയും. ജാസ്തിയായിട്ട് ഇപ്പോൾ ಇನ್ನೂ ഒരു 10-15 പേര് അതിൽ ഉണ്ടാവും എൻ്റെ കണക്കിൽ. സുഹേലെ, എന്തായാലും പ്രദേശവാസിയാണ്, ഈ ഭാഗത്തുള്ള ഒരാളാണ്, ഈ പാതയിലൂടെ നിരന്തരമായി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അവിടെ ഒരു നീർച്ചാലുണ്ടായിരുന്നു. ഈ മലയ്ക്ക് മുകളിൽ നിന്ന് ഒരു അരുവി സ്ഥിരമായി വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം താഴേക്ക് എത്തിയിരുന്നു. തുടർന്ന് ആ വെള്ളം ആ മലയ്ക്ക് മുകളിൽ നിന്നെത്തി ഈ പാത മുറിച്ച്, അതായത് ഈ ദേശീയപാത, കർണാൽ മംഗളൂരു ദേശീയപാത മുറിച്ച് കടന്ന ഈ നദിയിലേക്ക്, ഈ ഗംഗാവലി നദിയിലേക്ക് ഒഴുകിയിരുന്ന ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ആ അരുവിക്കരികിൽ നിന്ന് കുളിക്കുന്നതിനും അതുപോലെ തന്നെ
അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുമായി ലോറിക്കാരുൾപ്പെടെ ലോറി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എല്ലാ ദിവസവും അവിടേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ദേശീയപാതയിൽ ചരക്ക് ഗതാഗതം കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വലിയ വലിയ വാഹനങ്ങൾ, വലിയ ലോഡ് വണ്ടികളൊക്കെ തന്നെ അവിടെ നിർത്തി ഈ ലോറി തൊഴിലാളികൾ, ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കാറുണ്ട്. ആ വിശ്രമിക്കുന്ന സമയത്ത് അവർ തുണി കഴുകുന്നതിനും കുളിക്കുന്നതിനും വേണ്ടി ആ പ്രദേശത്ത് നിൽക്കാറുണ്ട്. എല്ലാ സമയവും ഒരു 15 വണ്ടികളെങ്കിലും 15 ലോറികളെങ്കിലും വലിയ വാഹനങ്ങളെങ്കിലും ആ പ്രദേശത്ത് കാണാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ ഒരു 15 പേരെങ്കിലും ആ മണ്ണിനടിയിൽ ഉണ്ടാവുമെന്ന ഒരു സങ്കടകരമായ വിവരം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അർജുൻ ജീവനോടെ ആ മണ്ണിനടിയിൽ ഉണ്ടെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ഒപ്പം നാമക്കൽ സ്വദേശിയായ ശരവണൻ ആ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കുവെക്കുന്നു. തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ അല്പസമയം മുമ്പ് ശക്തമായ മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, ആകാശം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ, അതായത് ഈ തെരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഉച്ചവരെ ഉണ്ടായിരുന്ന സ്കൂബ ടീമിന്റെ ഈ പുഴയിലുള്ള പരിശോധന ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു അരമണിക്കൂറോളം തുടർന്നു. അതിനുശേഷം ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞിരുന്ന അദ്ദേഹം ഈ സമീപ പ്രദേശത്തുള്ള പ്രകാശിന് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു നീരരുവി മലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം അത് ഈ വർഷത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതുപോലുള്ള ചെറിയ ചെറിയ നീരരുവികൾ ഇപ്പോൾ ആ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ണിടിഞ്ഞ് വീണ പ്രദേശത്ത് ഈ നീരരുവികൾ 2-3 ഭാഗത്ത് പ്രദേശവാസിയായ പ്രകാശ് എന്ന വ്യക്തിയുടെ വാക്കുകളിൽ ആ ടെറൈന്റെ ചിത്രം വളരെ വ്യക്തമാണ്. അതങ്ങനെ പ്രാദേശികമായ ആളുകൾ കൂടുന്ന ഒരു കവലയല്ല, മറിച്ച് ഒരു ചെറിയ ലോറിത്താവളമാണ്. അവിടെ ഒരു ചെറിയ കടയുണ്ട്. ആ കടയോടനുബന്ധിച്ച് ലോറികൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിടാറുണ്ട്. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പുറമെ ആ ടെറൈനിൽ ഈ നമ്മൾ കാണുന്ന പോലെ മലഞ്ചെരുവിൽ ചെറിയ ചെറിയ അരുവികൾ, വെള്ളമൊഴുകുന്ന അരുവികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലൊരു ടെറൈനാണ്. അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി അർജുനോടൊപ്പം തന്നെ എത്ര പേർ ആ മണ്ണിനടിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. കാരണം പല ദിക്കുകളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് വരുന്നവർ എല്ലാം സമ്മേളിക്കുന്ന ഒരു ഇടം തന്നെ ആയതുകൊണ്ട് ആ കാര്യങ്ങളടക്കം എത്ര പേർ ഉണ്ടാകുമെന്നതടക്കം ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അർജുനായുള്ള രക്ഷാപ്രവർത്തനം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.